ജൂലൈ 3 ബുധനാഴ്ച, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ. യോഹന്നാൻ 20-ാം അധ്യായം 24 മുതൽ 29 വരെ വാക്യങ്ങൾ. പുലിറ്റ്സർ സമ്മാനം നേടിയ ഒരു നാടകമാണ് ഡൗട്ട് എ പാരബിൾ. ഇതിനെ അടിസ്ഥാനമാക്കി ജോൺ പാട്രിക് ഷാൻലി രചനയും സംവിധാനവും നിർവഹിച്ച 2008 ഒരു അമേരിക്കൻ ചലച്ചിത്രമാണ് ഡൗട്ട് അല്ലെങ്കിൽ സംശയം. ഒരു ഇടവക വികാരിയായിരുന്ന ഫാദർ ഫ്ലിൻ സംശയത്തെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രസംഗത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. 1964 സഭയിലും അമേരിക്കയിലും ഒത്തിരി സംശയങ്ങൾ ഉയർന്നിരുന്നു. വെള്ളിയാഴ്ച മാംസം കഴിച്ചാൽ നരകത്തിൽ പോകുമോ? കെന്നഡിയുടെ കൊലപാതകത്തിനും വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തുടക്കത്തിന് ശേഷം സംശയം പൊതുവെ അമേരിക്കയുടെ ഉറപ്പിനെ ദുർബലപ്പെടുത്തി. നിങ്ങൾക്ക് എന്താണ് ഉറപ്പുണ്ടായിരിക്കാൻ കഴിയുക? ഒരു സംഭവത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദ്ദേശ്യങ്ങൾ എന്താണ്? സിനിമയിൽ സിസ്റ്റർ അലോഷ്യസും ഫാദർ ഫ്ലിന്നും തമ്മിലുള്ള സംഘർഷം, പഴയതും പുതിയതും തമ്മിലുള്ള സ്റ്റാറ്റസും മാറ്റവും തമ്മിലുള്ള അപ്രമാദിത്വവും അനിശ്ചിതത്വവും തമ്മിലുള്ള സംഘർഷമാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തോമസ് ശ്ലീഹായെ പലപ്പോഴും സംശയാലുവായ തോമസ് ദ ഡൗട്ടർ എന്ന് വിളിച്ചിരുന്നു. പാവം തോമസ്, നൂറ്റാണ്ടുകളായി അദ്ദേഹം ഈ വിളിപ്പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും പുനരുദ്ധാന ദിവസം നാമും തോമസിൻ്റെയോടൊപ്പം ആയിരുന്നെങ്കിൽ നമ്മുടെ പേരുകൾക്ക് ശേഷവും സംശയക്കാരൻ എന്ന തലക്കെട്ട് ഉണ്ടായേക്കാം. നമുക്കറിയാവുന്നതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് അവൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറഞ്ഞപ്പോൾ തോമസിന് അത് വിശ്വസിക്കാൻ കഴിയാത്തത്ര അതിശയകരമായിരുന്നു. തോമസ് അവരോട് പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ കൈവിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. വാസ്തവത്തിൽ തോമസിന് യേശുവിനെ സംശയം തോന്നിയത് കൊണ്ടല്ല, പക്ഷെ മിക്കവാറും അദ്ദേഹത്തിന് തൻ്റെ കൂട്ടാളികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു തോമസ് ഉണ്ട്. ചില സമയങ്ങളിൽ അല്പം സംശയം തോന്നുന്നത് ആരോഗ്യകരവുമാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുമുണ്ട് എന്ന് നാം തുറന്നു പറയേണ്ടതുണ്ട്. യേശു എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന വാഗ്ദാനം പാലിക്കാൻ നാം അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ സംശയം നമുക്ക് ഉപേക്ഷിക്കാം. യേശു നമ്മോടൊപ്പമുണ്ട് എന്നതിൻ്റെ തെളിവ് നാം കണ്ടെത്തിയാൽ അല്ലെങ്കിൽ കണ്ടെത്തുവാനായി നമുക്ക് തോമസിലേക്ക് തിരിയാം. യേശു എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന വിശ്വാസം ശക്തിപ്പെടുത്താൻ
അവനോട് നമുക്ക് ആവശ്യപ്പെടാം. വിശ്വസിക്കാൻ തോമസ് നമ്മെ സഹായിക്കും. തോമസ് നമ്മെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവം പോളച്ചൻ CSSR ഫ്രം കേരള.